ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കുമോ എന്നുള്ളതാണ് ഈ ദിവസത്തെ ഏറ്റവും ആകാംക്ഷയുള്ള കാര്യം. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യത്തെ സർക്കാർ അതിശക്തമായി എതിർക്കും. ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ പിന്തുടർന്ന് അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് കോടതിയെ അറിയിക്കും. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജിയിൽ 10:30 ശേഷം ഹൈക്കോടതി വിശദമായ വാദം കേൾക്കും. വിശദ വിവരങ്ങളുമായി ബിനിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിനിലേക്ക് പോകാം. ബിനിൽ, ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ്. ജാമ്യ ഹർജി പെട്ടെന്ന് പരിഗണിക്കണം എന്ന ഒരു തീരുമാനം പോലും കോടതി എടുത്തു കളയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം കോടതിയെ സമീപിക്കുകയാണ്. ഇന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ബോബി ചെമ്മണ്ണൂർ വലിയ ആത്മവിശ്വാസത്തിലാണോ? മാധവ്, ബോബി ചെമ്മണ്ണൂരിന് ആത്മവിശ്വാസമുണ്ട്. ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. പക്ഷേ സർക്കാർ ഈ ജാമ്യ ഹർജിയെ അതിശക്തമായി എതിർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഹണി റോസിനെ പിന്തുടർന്ന് അപമാനിക്കുന്ന രീതിയിലേക്ക് ബോബി ചെമ്മണ്ണൂർ പോയി എന്നതാണ് സർക്കാരിന്റെ നിലപാട്. ആ നിലപാട് അവർ ഇന്ന് കോടതിയെ അറിയിക്കും. 10:30 ശേഷം ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് ഈ ജാമ്യ ഹർജിയിൽ വിശദമായ വാദത്തിലേക്ക് കടക്കും. സ്വാഭാവികമായും മുതിർന്ന അഭിഭാഷകൻ B രാമൻപിള്ള തന്നെയാകും ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരാകുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ ഈ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ ജാമ്യ ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി നിലപാടെടുത്തതോടുകൂടിയാണ് ബോബി ചെമ്മണ്ണൂരിന് ഇപ്പോഴും കാക്കനാട് ജില്ലാ ജയിലിൽ കഴിയേണ്ടി വരുന്നത്. ഇന്ന് ജാമ്യം ലഭിച്ചാൽ ഇന്ന് തന്നെ ബോബി ചെമ്മണ്ണൂരിന് പുറത്തിറങ്ങാനും കഴിയും. അങ്ങനെ ജാമ്യം അനുവദിക്കാനാണ് ഹൈക്കോടതി തീരുമാനിക്കുന്നത് എങ്കിൽ കർശനമായ ഉപാധികളും വ്യവസ്ഥകളും ആ ജാമ്യത്തിന് ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. പ്രത്യേകിച്ച് ബോബി ചെമ്മണ്ണൂരിന്റെ സമൂഹ മാധ്യമ ഇടപെടലിലടക്കം കോടതിയുടെ നിയന്ത്രണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഹണി റോസിനെതിരെ മാത്രമല്ല, ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൊണ്ട് തൻ്റെ ഇതിലേക്ക് ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്ന ഒരാൾ കൂടിയാണ് ബോബി ചെമ്മണ്ണൂർ. അതിൽ അശ്ലീലമായ പരാമർശങ്ങളാണ് ഏറെയും. ആ തരത്തിലുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ തുടർച്ചയായിട്ടുള്ള പരാമർശങ്ങളെല്ലാം തന്നെ കോടതിയുടെ മുന്നിലേക്ക് എത്തിക്കാൻ തന്നെയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ, അതായത് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ശക്തമായ ഒരു നിലപാടിലേക്ക് സർക്കാർ പോയാൽ കോടതി ജാമ്യം അനുവദിക്കാൻ തീരുമാനിക്കുകയാണ് എങ്കിൽ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ ഒരു നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഹണി റോസിന്റെ പിന്നാലെയുള്ള തുടർന്നുള്ള പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്ന കൃത്യമായ നിർദ്ദേശവും കോടതിയുടെ ഭാഗത്ത് നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ കേസ് കോടതിയുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ തന്നെ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ കൃത്യമായ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ്. പൊതുമധ്യത്തിൽ ഇത് ആവർത്തിക്കില്ല എന്നുള്ളതാണല്ലോ. അപ്പൊ നിരുപാധികം മാപ്പ് പറഞ്ഞ് എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരിക എന്നുള്ള ഒരു തന്ത്രമായിരിക്കില്ലേ? മാധു, സ്വാഭാവികമായും അത് തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ B രാമൻപിള്ള പരമാവധി അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു. കാരണം കോടതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലൊരു കരുണ തേടുന്നതിന് വേണ്ടി അദ്ദേഹം കൃത്യമായ നീക്കങ്ങൾ നടത്തിയിരുന്നു. അതായത് ഓരോ ഘട്ടത്തിലും അദ്ദേഹം ഇതിൽ ഇടപെടുകയും അദ്ദേഹം എന്തിനും തയ്യാറാണ്. അതായത് ബോബി ചെമ്മണ്ണൂർ ഈ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി ഏത് വ്യവസ്ഥകളും അംഗീകരിക്കാൻ തയ്യാറാണ് എന്നത് തന്നെയാണ് പ്രതിഭാഗത്തിന്റെ നിലപാട്. കാരണം ജയിലിലാണ് ബോബി ഉള്ളത്. ജയിലിന് പുറത്തേക്ക് ബോബിയെ ഏത് വിധേന എത്തിക്കുക എന്ന് തന്നെയാണ് പ്രതിഭാഗത്തിന്റെ ആവശ്യവും അവർ എടുക്കാൻ പോകുന്ന സ്ട്രാറ്റജിയും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോടതി എന്ത് വ്യവസ്ഥകൾ വെച്ചാലും ആ വ്യവസ്ഥകളെല്ലാം അംഗീകരിക്കാം. ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ പുറത്തിറക്കി നൽകിയാൽ മതി എന്നത് തന്നെയായിരിക്കും അവരെടുക്കാൻ പോകുന്ന നിലപാട്. എന്തായാലും ഹൈക്കോടതിയിൽ ഇന്ന് ബോബി ചെമ്മണ്ണൂരിന് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ഈ 4-5 ദിവസമായി ഈ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്ത് ജയിലിൽ കിടക്കുകയാണ്. ഈ പ്രതിയെ സംബന്ധിച്ചിടത്തോളം പ്രതിയെ കസ്റ്റഡിയിൽ വേണ്ട ആവശ്യം പോലീസിനില്ല. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുക എന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. അതിനുള്ള സാധ്യതകളും ഏറെയാണ്. പക്ഷേ ആ ജാമ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് ഹൈക്കോടതി കൃത്യമായ വ്യവസ്ഥകൾ ബോബി ചെമ്മണ്ണൂരിന്റെ സമൂഹ മാധ്യമ ഇടപെടലുകൾ അടക്കം വയ്ക്കാനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ. മാധു, അടുത്ത നിബന്ധനകൾ വെച്ചേക്കാം, ജാമ്യ വ്യവസ്ഥകൾ വെച്ചേക്കാം. ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ 5 ദിവസമായി അക്ഷരാർത്ഥത്തിൽ അഴിയെണ്ണുകയാണ് എന്നുള്ളതാണ് സാഹചര്യം. മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചപ്പോൾ തന്നെ അമ്പരന്ന് പോയിരുന്നു. പ്രതിക്കൂട്ടിൽ തളർന്നിരുന്ന ബോബി ചെമ്മണ്ണൂരിനെ കോടതിക്കകത്തുള്ള ആളുകൾ കണ്ടതാണ്. ഹൈക്കോടതിയിൽ നിന്ന് ഉടനടി അടിയന്തരമായി ഹൈക്കോടതിയിൽ കേസ് എത്തിച്ച് കേട്ട് ജാമ്യം ലഭിക്കുക എന്ന ഒരു സ്ട്രാറ്റജി B രാമൻപിള്ള പയറ്റി നോക്കിയെങ്കിലും നടന്നില്ല. അടിയന്തര പ്രാധാന്യത്തോടുകൂടി കേൾക്കേണ്ട കേസല്ല എന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ നിലപാടെടുക്കുകയും ചെയ്തു. ഇന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിലേക്ക് ഇന്ന് 10:30 ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജി വരുമ്പോൾ ജാമ്യം കിട്ടുമോ ബോബിക്ക്, അതോ വീണ്ടും അഴിയണേണ്ടി വരുമോ? സാധാരണ നിലയിൽ നോക്കൂ, ഇതൊരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമുള്ള ഒരു വിഷയമല്ല. അത് പോലീസ് തന്നെ പറയുന്നുണ്ട്. ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്, പോലീസിന്റെ കസ്റ്റഡിയിലല്ല അത്. പക്ഷേ
കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കുറച്ച് ദിവസം ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നതിലും ഒരു സന്ദേശമുണ്ട്. എന്തായാലും ഇന്ന് ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങുമോ എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കാര്യം. അതിനിടയിൽ വളരെ പ്രകടമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഫാൻ ഗ്രൂപ്പുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ കൃത്യമായ ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്. ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കരുത് കേട്ടോ എന്ന തരത്തിലൊരു സന്ദേശം നൽകിയതിനു ശേഷമാണ് ഈ അഭിപ്രായ സ്വരൂപണമൊക്കെ നടക്കുന്നത് എന്നുള്ളതും പ്രധാനമാണ്. കാരണം കോടതിക്ക് മുന്നിലേക്ക് കൂടുതൽ അധിക്ഷേപങ്ങളുടെ കണക്ക് വന്നാൽ അത്തരത്തിൽ അതിനെയൊക്കെ തെളിയിക്കാൻ കഴിയുന്ന, സാധൂകരിക്കാൻ കഴിയുന്ന പോസ്റ്റുകളുടെ ലിങ്കുകളും ഒക്കെ എത്തിയാൽ കടുക്കും ചെമ്മണ്ണൂരിനെ എന്നുള്ളത് പ്രധാനമാണ്. തീർച്ചയായും അതുകൊണ്ട് നമ്മൾ അല്പസമയം കൂടി കാത്തിരിക്കണം. ബോബി ചെമ്മണ്ണൂരിന് ഇന്ന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നറിയാൻ. ജാമ്യം ലഭിക്കാനുള്ള സാധ്യത, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കസ്റ്റഡിയിൽ വെച്ചുള്ള അന്വേഷണമോ മറ്റു കാര്യങ്ങളോ ആവശ്യമില്ല എന്നിരിക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതിൽ കോടതിയുടെ നിബന്ധനകൾ എന്തെല്ലാമായിരിക്കും, എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും ഈ കേസിന്റെ കാലാവധിയിൽ ബോബിക്ക് വിലക്കുണ്ടാവുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം. വിശദമായ വാദം തന്നെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും. സാധാരണഗതിയിൽ ജാമ്യാപേക്ഷയിൽ പരിഗണിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കോടതി കടക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയേണ്ടതുമാണ്. നമ്മൾ സമാനമായ ചില കേസുകളിൽ വിശദമായ വാദം ഒക്കെ സമീപകാലത്ത് കേൾക്കുന്നുമുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ പരിഗണിക്കാത്ത രീതിയിൽ ജാമ്യാപേക്ഷയും വിശദമായ വാദങ്ങൾക്കും മണിക്കൂറുകൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കും ഒക്കെ വഴിവെക്കുമോ എന്നതടക്കം കാണുകയും ചെയ്യാം.